ഒരു കുട്ടി ഹാഫിളാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ സഹോദരൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ ഹാഫിളാകുന്നു എന്ന് പറയുമ്പോൾ ഒരു കോഴ്സ് പൂർത്തീകരിച്ചിട്ട് പുറത്തിറങ്ങുന്നതിൻ്റെ മാനദണ്ഡത്തിലല്ല നാം മനസ്സിലാക്കപ്പെടേണ്ടത്. വലിയൊരു അത്ഭുതകരമായ കാര്യത്തിനാണ് ആ വിദ്യാർത്ഥി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എളുപ്പത്തിൽ നിങ്ങൾക്ക് വലിയ ആയത്തുകളോ ഹദീസുകളോ മറ്റോ ഒന്നും നിങ്ങളുടെ മുന്നിൽ വയ്ക്കാതെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും. ഭാഷാ പണ്ഡിതന്മാരുണ്ടാകും, വലിയ ഡിഗ്രികളുള്ള ആളുകളുണ്ടാകും, വൈജ്ഞാനിക മേഖലകളിൽ ഭൗതിക വിദ്യാഭ്യാസവുമായി നിരവധി ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ പറയാനുള്ള ആളുകളുണ്ടാകും. എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്. എൻ്റെ ഈ പരിമിതമായ വിദ്യാഭ്യാസം, ഭൗതികപരമായ വിദ്യാഭ്യാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന്, ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷ് ഭാഷ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ ആകെ 10ാം ക്ലാസ് വരെ പഠിക്കാൻ പോയ ആളാണ്. ആ ഇംഗ്ലീഷ് ഭാഷ ഏതെങ്കിലും ഒരു വാക്ക്, അല്ലെങ്കിൽ കുറച്ച് വാക്യങ്ങൾ, കലിമത്തുകൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് കേൾക്കുന്ന മികച്ച വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്നതിൽ ഒരു തെറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണത്തിൽ, അതിൻ്റെ ഗ്രാമറിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ എൻ്റെ വേഷത്തിനോടോ രൂപത്തിനോടോ കുടുംബത്തിനോടോ ഉള്ള മാന്യത കൊണ്ടും ബഹുമാനം കൊണ്ടൊരു പക്ഷേ നേരിട്ട് പരിഹസിച്ചില്ല എങ്കിലും, തിരുത്തിയില്ല എങ്കിലും, നിങ്ങളൊന്ന് ഉള്ളിൽ ഊറിച്ചിരിക്കുക എങ്കിലും ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദ സംസാരത്തിൻ്റെ ഈ സമയങ്ങളിൽ വച്ച് നിങ്ങൾ എന്താക്കും? അത് പരസ്പരം പറഞ്ഞ് ഒരു സമയം, ഒരു സന്തോഷം കണ്ടെത്തും. ഞാനൊരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ, അല്ലെങ്കിൽ എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാര്യം പറയുന്നു, അതിനെക്കുറിച്ച് പൂർണ്ണമായി നിങ്ങൾക്ക് അറിയുന്നു. അതിൽ തെറ്റുണ്ട് എങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ആദരവ് കൊണ്ട് എന്നോട് നേരിട്ട് പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ എന്താക്കും? ആ വിഷയത്തിൽ ഉള്ളിലൊന്ന് ഏറ്റവും കുറഞ്ഞതൊന്ന് ഊറിച്ചിരിക്കും. ഇനി അങ്ങനെ നിങ്ങൾ ഊറിച്ചിരിച്ചാലും പരിഹസിച്ചാലും നേരിട്ട് തിരുത്തിയാലും തിരുത്തിയില്ലെങ്കിലും അള്ളാഹുവും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തെറ്റിപ്പോയതിൻ്റെ പേരിൽ, ഖത വന്നതിൻ്റെ പേരിൽ എനിക്ക് വല്ല പ്രയാസം വരാനുണ്ടോ? ഒരു പ്രയാസമില്ല. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഏട് ഹൃദയത്തിൽ പേരാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരാളോടും സമാധാനം പറയേണ്ടതില്ല. അള്ളാഹു എന്നെ ചോദ്യം ചെയ്യില്ല. കിതാബ് വലങ്കയിൽ തരാതിരിക്കാൻ അത് തടസ്സമാകില്ല. ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് അറിവനുഭവങ്ങളുടെ ആദ്യാക്ഷരത്തിൽ നിന്ന് ആത്മജ്ഞാനത്തിൻ്റെ അറിയാപ്പൊരുളുകൾ നെഞ്ചേറ്റിയില്ല എന്ന് പറയുന്നതിൻ്റെ വിശദീകരണം പടച്ച റബ്ബിനോട് പറയേണ്ടതില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. എന്നാൽ ഈ മക്കൾ പഠിച്ച വിശുദ്ധമായ ഖുർആൻ, അതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അറബിയാണ്. അറബി ഭാഷയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എമ്പാടും പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ ഉണർത്താം. ആ അറബി ഭാഷയിലെ ഏതെങ്കിലും ഒരു ഡോട്ടിന് വ്യത്യാസം വന്നാൽ, ഒരു കുത്തിന് വ്യത്യാസം വന്നാൽ, ഒരു വരയ്ക്ക് വ്യത്യാസം വന്നാൽ അർത്ഥം വരെ മാറിപ്പോകുന്ന ഒരു സ്വഭാവമുള്ള ഭാഷയാണ് അറബി ഭാഷ. അള്ളാഹു സിട്ടാവാൻ, അള്ളാഹു ഖാലിഖുൻ, ആ കുത്തിട്ടിട്ടുള്ള ഹ അത് പറയുന്ന ഒരാൾ അള്ളാഹു സിട്ടാവാൻ എന്ന് പറയുന്നത് അറിവില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഭാഷ പറയുന്നത് പോലെ ഞാൻ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ ഉണ്ടാവും ആ രൂപത്തിൽ നിങ്ങളോട് പറഞ്ഞാൽ, അള്ളാഹു ഹാലിഖുൻ എന്നൊരാൾ പറഞ്ഞാൽ അള്ളാഹു ബാർബറാൻ. ഒരു കുത്ത് മാറിപ്പോയപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ അക്ഷരം മാറിപ്പോയപ്പോൾ എന്തായി മാറിയിട്ടുണ്ട്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഒരു അക്ഷരം മാറിപ്പോയപ്പോൾ
വലിയ ഗുരുതരമായ പാതകം, ഒരു 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 കുത്തുമാറിപ്പോയതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്നവരാണ്. മുഹമ്മദ് മുസ്തഫ ഒക്കെ സ്വലാത്ത് ചെല്ലണം. ആകെ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളൊരു കാര്യം അത്രയേ ഉള്ളൂ. മുഹമ്മദ് മുസ്തഫ ഇസ്ലാമികത്തെന്ന കോട്ടയ്ക്കകത്ത്, മഗ്രിഫത്തെന്ന മാളികക്കകത്ത്, റിസാലത്തെന്ന തോപ്പയ്ക്കകത്ത്, കമാലിയത്തെന്ന വിരിപ്പം വിരിച്ച്, ജമാലിയത്തെന്ന കുപ്പായമണിഞ്ഞ്, തവക്കുലെന്ന തലക്കാണിയും വെച്ച്, ബിജാഹെന്ന നിറയും നിറച്ച, ഇൽമുൽ അവ്വലീന വല്ലാഖിരീൻ എന്ന അത്തറും പൂശി, വഖാറെന്ന പെൺപ്രഭയുള്ള തലപ്പാവും കെട്ടി, കുഫ്രിയത്താകുന്ന കാടിനെ സൈഫുൽ ഹഖാകുന്ന വാളുകൊണ്ട് വെട്ടി വെളിവാക്കിയ ഐനുൽ നൂറായ, ഐനുൽ ജമാലായ, ഐനുൽ കമാലായ, ആലങ്ങൾ കതിപതി രാജ മഹ്മൂദർ നബിയവർ പാപ്പ പൂമുത്ത് പുന്നാര ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ആ പേര് കൃത്യമായി പറയാതെ ഒരാൾ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആകത്തളങ്ങളിലുള്ള ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ഉദ്ധരിക്കുന്നിടത്ത് ഒരക്ഷരം മാറിപ്പോയാൽ അത് തീക്കട്ട എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഒരക്ഷരം മാറിയതിൻ്റെ പേരിലുള്ള ഗുരുതരമായൊരു പിഴവാണ്. എല്ലാവരും ഉസ്താദന്മാരോട് ദുആ ചെയ്യാൻ പറയും, നമ്മളോടും ദുആ ചെയ്യാൻ പറയും. അല്ലാഹു ഖൈറിലാക്കട്ടെ എന്ന് ദുആ ചെയ്യും. ഒരു സാധാരണക്കാരനായ ഒരാൾ അറബി ഭാഷയുടെ മഹത്വവും സൗന്ദര്യവും തിരിച്ചറിയാതെ അയാൾ ദുആ ചെയ്യാണ് അല്ലാഹു ഹൈറിലാക്കട്ടെ എന്ന് ദുആ ചെയ്താൽ നിന്നെ അല്ലാഹു പരിഭ്രാന്തനാക്കി മാറ്റട്ടെ എന്ന അർത്ഥത്തിലേക്ക്, ഉദ്ദേശത്തിൽ നിന്ന് പറയുന്ന വാക്ക് ആ ഉദ്ദേശശുദ്ധിയുടെ അപ്പുറത്തേക്ക് മാറുന്നൊരവസ്ഥയിലേക്കും. ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി 2-3 ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ഒരു കുത്ത് മാറിപ്പോയാൽ, ഒരു വര മാറിപ്പോയാൽ, ഒരു ഫതഹ് കിസറായിപ്പോയാൽ, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തെറ്റായി വരാനുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള വിശുദ്ധമായ ഖുർആനിൻ്റെ 6666 6 ആയത്തുകളിലെ ഓരോ കുത്തുകളും കൃത്യമായി തിരിച്ചറിഞ്ഞ് ഓരോ ഹർഫിൻ്റെയും വടിവഴക് മനസ്സിലാക്കി ഓരോ ഹർഫുകളുടെയും ഉച്ചാരണ ശൈലിയെ കൃത്യമായി ഉൾക്കൊണ്ട് വിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കിയ മക്കളാണ്. ആ മക്കളുടെ പഠന പൂർത്തീകരണത്തിനാണ് ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരെ മനസ്സിലാക്കേണ്ടത് ഒരു ജീനിയസ് ആണ് ആ കുട്ടികൾ എന്നുള്ള നിലയ്ക്കാണ്. പാട്ട് കാണാതെ പഠിക്കാൻ ആർക്കും കഴിയും, ഏതു ഭാഷയും എന്തും ഹൃദയത്തിൽ നെഞ്ചേറ്റാൻ ആർക്കും കഴിയും. വിശുദ്ധമായ ഖുർആൻ അള്ളാഹു തൗഫീക്ക് കൊടുത്ത ആളുകൾക്കല്ലാതെ, അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകൾക്കല്ലാതെ, വിശുദ്ധമായ ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധമായ ഖുർആൻ. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത്. അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കലാമെന്ന് പറഞ്ഞാൽ അത് ഖദീമാണ്, പണ്ടേ ഉള്ള കാര്യമാണ്. മനുഷ്യന്റെ ഹൃദയം, ഈ ഹിഫ്ള് പൂർത്തീകരിച്ച 4, 5, 6 വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളുടെ അടക്കം ഹൃദയം അത് ഹാദിസാണ്, അത് പുതുതായി കൊണ്ടിരിക്കുന്ന, പുതിയതായി ഉണ്ടായി വരുന്ന കാര്യങ്ങളുടേതാണ്. ഈ പണ്ടേ ഉള്ള സ്ഥായിയായ കാര്യങ്ങളും പുതുതായ കാര്യങ്ങളും പരസ്പരം ഒരുമിച്ചു കൂടില്ല എന്ന് അതിൻ്റെ ഒരു പ്രകൃതി നിയമമാണ്. ഏതുപോലെ അള്ളാഹുവിൻ്റെ കലാം ഹൃദയത്തിൻ്റെ അകത്ത് പിടിച്ചു നിർത്തണമെങ്കിൽ വെള്ളത്തിലിറങ്ങിക്കിടക്കുന്ന ഒരാൾ, ഞാനും കൂടെ വരുമ്പോൾ എടയൂര് ഭാഗത്ത് ആ ഭാഗത്തായിട്ടൊരു കുളം കണ്ടു, അതിൽ നിറച്ചും വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ ഒരാൾ ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ ഈ സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെ നിൽക്കാൻ കഴിയില്ല, അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ വെള്ളത്തിൽ പിടിച്ച് ഉറച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പിടിവള്ളി കയ്യിലുണ്ടാകണം. ആ പിടിവള്ളി ഇല്ലാതെ വെള്ളത്തിൽ നിൽക്കാൻ കഴിയാത്തതുപോലെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികൾ അത് നിലനിർത്തിക്കൊണ്ടുപോകാനാണ് പാട് എന്ന വിഷയമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകേണ്ടത്. മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടത്. എൻ്റെ മകൻ ഹാഫിളായിട്ടുണ്ട്, എൻ്റെ മകൻ വിശുദ്ധമായ ഖുർആനിൻ്റെ വചനപ്പൊരുളുകൾ നെഞ്ചേറ്റിയിട്ട്
ആത്മാഭിമാനം പറയാൻ കഴിയുന്ന നിലയ്ക്ക് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഹോദരൻ്റെ കുടുംബത്തിൽ, എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെ മകൻ ഹാഫിളായി പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നെഞ്ചേറ്റി അതിനു വേണ്ടിയിട്ട് സദസ്സൊരുക്കി, സാഹചര്യമൊരുക്കി ഇവിടെ വന്നിരുന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ മക്കളുടെ കുടുംബാദികൾ തിരിച്ചറിയേണ്ടത്, ഹാഫിളാകുന്നു എന്ന് പറയുമ്പോൾ അഭിമാനബോധം ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്നതിനപ്പുറം ഞാൻ വലിയൊരു ഉത്തരവാദിത്വത്തിലേക്കാണ് കാലെടുത്ത് വച്ചിരിക്കുന്നത് എന്നൊരു ബോധം ആ കുട്ടികൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്കും ഉണ്ടാകണം, കുടുംബക്കാർക്കും ഉണ്ടാകണം. മാതാപിതാക്കൾക്കും ഉണ്ടാകണം, കുടുംബക്കാർക്കും ഉണ്ടാകണം. വെറുതെ പറഞ്ഞതല്ല. ഈ മക്കളുടെ പ്രായം ഏത് പ്രായമാണ്? ഈ മക്കളുടെ പ്രായം ഏത് പ്രായമാണ്? ഷംസുഖാന്റെ മോനുണ്ട് ഇവിടെ, നഈമി ഉസ്താദിന്റെ മോനുണ്ട് ഇവിടെ, വന്നിരായി നദ്വി ഉസ്താദിന്റെ മകനുണ്ട് ഇവിടെ ഹാഫിളായി. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ മറ്റു കുട്ടികളുടെ മാതാപിതാക്കളെ എനിക്കറിയില്ല. നിങ്ങളുടെ മക്കളുടെ പ്രായം ഏത് പ്രായമാണ്? ഈ മക്കളുടെ പ്രായം ലിഖിതമായി രേഖപ്പെടുത്തി കണക്കു ചോദിക്കപ്പെടുന്നൊരു പ്രായമാണോ? ഏറ്റവും വലിയ പരമോന്നത നീതിപീഠമാകുന്ന മഹ്ശറാബൻ സഭയിൽ ആകാശലോകത്തിന്റെ അധിപനായ ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്തായ ഏക ഛത്രാധിപതിയായ അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് യൗമ യഖൂമുന്നാസ് ലി റബ്ബിൽ ആലമീൻ, അള്ളാഹു വിചാരണ ചെയ്യപ്പെടുമ്പോൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രായത്തിലാണോ അവരുള്ളത്? അവർ പ്രായപൂർത്തിയായിട്ടില്ല. അവരുടെ ഈ പ്രായത്തിലെ ചാബല്യങ്ങൾ, ഈ പ്രായത്തിന്റെ വിനോദങ്ങൾ, ഈ പ്രായത്തിന്റെ വികൃതികൾ, തകൃതികൾ, ഇതൊന്നും അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പ്രത്യേകം പറയപ്പെട്ട രേഖാപരമായിട്ടുള്ളൊരു പ്രായത്തിലല്ല അവരുള്ളത്. അവരെ ആ പ്രായത്തിലാണ് വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയിരിക്കുന്നത്. ഇനി ഈ കുട്ടികൾ പ്രായപൂർത്തിയാകും. ഈ കുട്ടികളുടെ ആയുസ്സിന്റെ അവസാനം വരെ ആ ഹിഫ്ള് നിലനിർത്തി കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവർക്ക് പക്വത പ്രാപ്തമാകുന്ന, പക്വത ഒക്കുന്ന പ്രായം വരെ ആ ഹിഫ്ളിനെ നിലനിർത്തി കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്കും ആ കുട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വരുമ്പോൾ ആ കുട്ടികളോട് അള്ളാഹു ചോദിക്കും, നീ ഏറ്റവും വലിയ കബീറത്തായ തെറ്റ്, മൂബിഖാത്തായ തെറ്റ്, മദ്യപാനം പോലെ, വ്യഭിചാരം പോലെ, കൊള്ളപ്പലിശ പോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ തെറ്റുകളിൽ ഏറ്റവും ഗൗരവമേറിയ വലിയ തെറ്റുകളിൽ ഒരു തെറ്റാണല്ലോ വിശുദ്ധമായ ഖുർആൻ ഓതാൻ പഠിച്ചിട്ട് ആ ഖുർആൻ മനഃപ്പാഠമാക്കിയത് മറക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് നീ അത്ര വലിയ തെറ്റ് ചെയ്തെന്ന് ഈ മക്കളോട് ചോദിക്കുമ്പോ ആ മക്കൾക്ക് പറയാനുള്ള ഒരു മറുപടി എന്തേ ഉണ്ടാവുള്ളൂ? എനിക്ക് പക്വതയില്ലാത്ത പ്രായത്തിൽ, ബുദ്ധിയുറയ്ക്കാത്ത പ്രായത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ സ്ഥാപനത്തിൽ പോയി പഠിച്ചു, ഹാഫിളായി പുറത്തിറങ്ങി. അത് നിലനിർത്താനുള്ള കൃത്യമായ അടയാളപ്പെടുത്തലുകളിൽ എൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നുണ്ടായില്ല. സ്ഥാപനത്തിലെ ഉസ്താദന്മാരുടെ വടിത്തുമ്പിനെ ഭയപ്പെട്ടുകൊണ്ടോ നിർദ്ദേശങ്ങളെയും നിയമാവലികളെയും ഉൾക്കൊണ്ടതുകൊണ്ടോ മാത്രം ഞാൻ ഹാഫിളായി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ, ഈ പ്രായത്തിലെ ഈ മക്കള് ഇപ്പോൾ ഒരു കച്ചവടം നടത്തിയാൽ, പ്രായപൂർത്തിയായ കുട്ടി കച്ചവടം നടത്തിയാൽ സ്വഹീഹാവോ? അല്ലെ ഇപ്പൊ ആ കുട്ടിക്ക് അതിൻ്റെതായ പ്രായത്തിൽ ഒരുപാട് സ്വത്ത് വാപ്പ ആ കുട്ടിയുടെ പേരിൽ നീക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് ഒരു പള്ളി നിർമ്മിക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതോ ഒരു വഖഫിലേക്ക് ഞാൻ ഹാഫിളായതല്ലേ, എൻ്റെ സ്വത്ത് ഞാനത് വഖഫായിട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഫുഖഹാക്കൾ അത് അംഗീകരിക്കുന്ന രൂപത്തിൽ വഖഫാണെന്ന് പറയാൻ പറ്റുമോ? കാര്യം എന്താ? അവരുടെ പ്രായം അതല്ല, രേഖപ്പെടുത്തേണ്ട പ്രായമല്ല, അംഗീകരിക്കപ്പെടേണ്ട പ്രായമല്ല. ആ പ്രായത്തിലാണ് ഹാഫിളായിരിക്കും. ആ പ്രായത്തിലാണ് റബ്ബേ ജല്ല ജലാലായ നാഥ ഞാൻ വിശുദ്ധമായ ഖുർആനിനെ മനഃപ്പാഠമാക്കിയത്. എൻ്റെ മാതാപിതാക്കളെ നിലനിർത്താൻ എൻ്റെ വീട്ടിലെ കുടുംബാന്തരീക്ഷം, ലീവുകളുടെ സാഹചര്യങ്ങളിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ടുപോയി ഇരുത്തിയത്, എന്നെ ഉൾപ്പെടുത്തിയത്, എനിക്ക് വാങ്ങിച്ചു തന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ആധുനിക സജ്ജീകരണങ്ങൾ, ഇതെല്ലാം ആ ഹിഫ്ളിനെ നഷ്ടപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് ആ പ്രായത്തിൽ ഞാൻ ചെയ്തു പോയ ഒരു പാതകം എന്നിലേക്ക് ചേർക്കപ്പെടുത്താതെ എൻ്റെ മാതാപിതാക്കളിലേക്ക് ചേർക്കപ്പെടണമെന്ന് മക്കൾ പഠിക്കുന്ന ഒരു സാഹചര്യം ഗൗരവമാണ് എന്ന തിരിച്ചറിവ്
ഹിഫ്ള് പൂർത്തീകരിക്കുന്ന ഈ ഒരു വേദിയിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഹാഫിളാകുക എന്ന് പറഞ്ഞാൽ ലൗകാഫിന്റെ അകത്തളങ്ങളിൽ പൂജ്യത്തിന്റെ എണ്ണം കൂടുന്ന വലിയ ശമ്പളങ്ങൾ കിട്ടുന്ന വലിയൊരാളാണ്. ഹാഫിളാകുക എന്ന് പറഞ്ഞാൽ ഹിഫ്ളിനോടൊപ്പം അവനക്ക് ഭൗതിക ഡിഗ്രിയുമുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടി വലിയൊരു സംഭവമാണ് എന്ന ആത്മാഭിമാനം പറയാനാണെങ്കിൽ ആ ആത്മാഭിമാനം കൊണ്ടൊരു ഗുണമില്ല. ഏതാണ് ഈ കുട്ടികൾ പഠിച്ച ഖുർആൻ? ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നക്ഷത്രതുല്യരായ തിരു സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ കുറിച്ച് പറയുമ്പോ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു സ്വഭാവമല്ലേ, കാനു യഖറഊന അൻ യഖ്റുജ യൗമൻ ഫിൽ മുസ്ഹഫ്. വിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കാത്ത ഒരു ദിവസം അവരുടെ ജീവിതത്തിലുണ്ട് എന്നവരെ കുറിച്ച് പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഈ മിൻഹാജുൽ എന്താ സ്ഥാപനത്തിന്റെ പേര്? മിൻഹാജുൽ ഫലാഹ്. ഈ സ്ഥാപനത്തിന്റെ അകത്തളങ്ങളിൽ ഈ കുട്ടികൾ ഹാഫിളായി കൊണ്ടിരിക്കുന്ന സമയം ഈ കുട്ടികളെ കുറിച്ച് ചിന്തിച്ചാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇപ്പം ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എന്നോടും ചോദിച്ചാൽ ഈ നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹ് എന്നൊരു പദാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. നിങ്ങളുടെ നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണ്? ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എൻ്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വരിഞ്ഞൊഴുകുന്ന വിശിഷ്ടമായ പ്രണയത്താൽ ഞാൻ ചൊല്ലിത്തീർത്ത സ്വലാത്തിന്റെ മധുരമൊഴികളുടെ തിരുമൊഴികളാണ് എന്നാർക്ക് പറയാൻ കഴിയും? പറയാൻ കഴിയില്ല. പറയാൻ കഴിയുക എന്തായിരിക്കും? ഞാൻ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്, ഫിത്ന പറഞ്ഞിട്ടുണ്ട്, ഫസാദ് പറഞ്ഞിട്ടുണ്ട്, കൊടി നോക്കിയും നോക്കാതെയും ആലിമീങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് മുതിർന്ന നമ്മുടെയൊക്കെ നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പറയാനുണ്ടാവുക. എന്നാൽ ഈ ഹാഫിളീങ്ങളാകുന്ന ആ മക്കളീ ഇരിക്കുന്ന എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ഇത്തരം പഠനം നടക്കുന്ന കുട്ടികൾ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അതിരാവിലെ പ്രഭാതത്തിൽ നദ്വി ഉസ്താദിന്റെ മനോഹരമായ നിർദ്ദേശത്തിൽ നിന്ന് അവര് ഉറക്കമുണർന്നിട്ട് അസ്തമിച്ച് പാതിരാത്രി പിന്നിട്ട് രണ്ടാം യാമത്തിന്റെ നാഴികയിലേക്ക് എത്തുന്നത് വരെ അവർ ഖുർആൻ ഓതുകയാണ്, അത് തർത്തീലാക്കുകയാണ്, അവർ മുറാജ നടത്തുകയാണ്, അവർ മടക്കി ഓതുകയാണ്, പഴയ പാഠം ഓതുകയാണ്, പുതിയ പാഠം ഓതുകയാണ്. ഈ മക്കളുടെ നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിന്റെ കലാം. ആത്മീയമായി ചിന്തിച്ചാലും നമ്മളെക്കാളൊക്കെ നമ്മളെപ്പോലെ അല്ല, അല്ലെങ്കിൽ ആ കുട്ടികളുടെ ചെരുപ്പിനടിയിൽ പറ്റിപ്പിടിച്ച ഒരു മണ്ണിന്റെ തരിയാകാൻ എനിക്കാവില്ല. നിങ്ങൾക്കാകോ എന്ന് നിങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള മക്കളെ നിങ്ങൾ നേരെ എടുത്തിരിക്കുന്നത് മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസ്വഹാബത്ത് ഈ മിൻഹാജുസ് സ്വാലിഹിന്റെ അകത്ത് ഈ മക്കൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ക്ലാസ് റൂമിലേക്ക് ചെന്നാൽ ചട്ടയുടെ അകത്ത് വളരെ മനോഹരമാക്കി വച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആനിനെ കാണാം. അതിങ്ങനെ എടുത്തു വച്ചിട്ട് തുറന്ന് ഓതി പഠിച്ചാൽ മതി. സ്വഹാബത്തിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു? തിരുസ്വഹാബത്തിന്റെ കാലത്ത് വിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് ഒരാൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ആയത്തും മറ്റൊരാളുടെ ഹൃദയത്തിലാണ്. മറ്റു കുറെ ആയത്തുകൾ മറ്റൊരാളുടെ വീട്ടിൽ തോല് എഴുതി വച്ചിരിക്കുകയാണ്, എല്ലിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഖുർആൻ ഓതണമെങ്കിൽ ഒരായത്ത് ഓതിയിട്ട് അടുത്തത് ഓതണമെങ്കിൽ ഒരു പക്ഷേ അവർ എൻ്റെ ഒരു ഊഹമാണ്, അവർ പോയിട്ടുണ്ടാകും, ചിലപ്പോൾ അടുത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും, അത് കഴിഞ്ഞിട്ടുള്ള വീട്ടിലേക്ക് അവർ പോയിട്ടുണ്ടാകും. അങ്ങനെ തേടിപ്പിടിച്ച് വിശുദ്ധമായ ഖുർആൻ ചിതറിക്കിടന്നിടുന്ന കാലത്ത് ഖുർആൻ ഓതാത്ത ഒരു ദിവസം വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് തിരുസ്വഹാബത്തിനെ പറ്റി പറയാനില്ല എന്ന് പറയുമ്പോൾ ചട്ടയ്ക്കകത്ത് അതിമനോഹരമായി വളരെ വ്യക്തമായിട്ട് ഓതാൻ കഴിയുന്ന വിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ആരാധനാലയങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ വേണ്ട ആപ്പ് രൂപത്തിൽ നമ്മുടെ മൊബൈലിൽ ഉണ്ടായിട്ട് ഖുർആൻ ഓതിയിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചാൽ എൻ്റെ മുന്നിലിരിക്കുന്ന സാധാരണക്കാർക്ക് ഇന്ന് ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? എത്ര പേരുണ്ടാവും ഇന്ന് ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ടെന്ന് പറയാൻ? നിങ്ങൾ പറയണ്ട, നിങ്ങൾ വസളാവും വേണ്ട. ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഖുർആൻ എടുക്കുക, വീട്ടിലിരിക്കുന്ന ഖുർആൻ എടുക്കുക. എന്നിട്ട് ആ ഖുർആൻ, നിങ്ങളും ആ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നിങ്ങൾ തുറന്നു നോക്കണ്ട, ഓതും വേണ്ട. ഖുർആൻ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? എൻ്റെ കയ്യിൽ ഈ ഫോൺ ഇങ്ങനെ വെച്ചതുപോലെ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൂക്കി നോക്കാനല്ല കേട്ടാ, ഖുർആൻ ഇങ്ങനെ വയ്ക്കുക. വച്ചിട്ട് ഇങ്ങനെ വച്ചിട്ട് ഒന്ന് ഊതി നോക്കുക. ഖുർആൻ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അത്
ഊതി നോക്കുക. ഈ ഊതി നോക്കുമ്പോ ഇവിടുന്ന് പൊടി പറക്കുന്നുണ്ടോ? നീയും സ്വഹാബത്തുമായി യാതൊരു ബന്ധമില്ല ഉമ്മ. പൊടിപടലങ്ങൾ പാറുന്നുണ്ടോ? 6-ാം നൂറ്റാണ്ടിന്റെ അധാർമികതയിൽ അശ്വമേധം നടത്തി അരങ്ങുവാണിരുന്ന അറേബ്യൻ സമൂഹത്തിലേക്ക് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടാൻ പരിശുദ്ധരായ പ്രവാചകർക്ക് സിട്ടാവായ തമ്പുരാന്റെ സമക്ഷത്തിൽ നിന്ന് പെയ്തിറക്കിയ പെരുമഴക്കാലത്തിന്റെ സാരോപദേശം വിശുദ്ധമായ ഖുർആൻ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രകാശത്തിന്റെ രേതസ്കിരണങ്ങൾ പൊടിച്ചു കൊണ്ടുവന്ന ആ കലാമുമായിട്ട് മുസ്ലിം വീട്ടിലെ ഏതെങ്കിലും ഉമ്മമാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഉപ്പമാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം എന്താ? ഉപയോഗിക്കപ്പെടുന്ന സാധനത്തിൽ പൊടി ഉണ്ടാകൂല, തുരുമ്പുണ്ടാകൂല. ഖുർആൻ ഉപയോഗിക്കുന്നില്ലേ? സ്വഹാബത്തിന്റെ പ്രത്യേകത എന്താണ്? സ്വഹാബത്തിന്റെ കയ്യിൽ ഈ ചട്ടയിൽ ചിട്ടയൊത്ത ഖുർആൻ ഉണ്ടായിരുന്നില്ല. സ്വഹാബത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് വിശുദ്ധമായ ഖുർആൻ വിവിധങ്ങളായ ഇടങ്ങളിൽ, എല്ലുകളിലും തോലുകളിലും എഴുതി വെച്ചതാണ്. സ്വഹാബത്തോ ഒരു ദിവസം പോലും വിശുദ്ധമായ ഖുർആൻ ഓതാത്ത ഒരു ദിവസം അവരിൽ നിന്ന് കടന്നുപോയിട്ടുമില്ല എന്ന് സ്വഹാബത്തിനെ കുറിച്ച് ചരിത്രം പറയുന്നു. ഇത് പറയുമ്പോ ഞങ്ങളുടെ വ്യവഹാരം, ഞങ്ങളുടെ തൊഴില്, ഞങ്ങളുടെ ജീവിതാവശ്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനക്കങ്ങൾ, അടക്കങ്ങൾ, ചലനങ്ങൾ, നിശ്ചലനങ്ങൾ, കുടുംബത്തിന്റെ ഭാരം, ഇതിനിടയിൽ എവിടെയാ തങ്ങളെ ഖുർആൻ ഓതാനും ദിക്ർ ചെല്ലാനും നിസ്കരിക്കാനും ഒക്കെ സമയം കിട്ടുന്നത്? നിങ്ങൾ എത്ര കാലം അധ്വാനിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര കാലം അധ്വാനിച്ചിട്ട് നമ്മുടെ സമ്പാദ്യം മൊത്തം എത്രയുണ്ട്, കടമുള്ളതും ലോണില്ലാത്തതും ഇതെല്ലാം കഴിച്ചിട്ട് സമ്പാദ്യം കൊണ്ടുപോയി മുഴുവനും വിറ്റാൽ എത്ര രൂപയുടെ ആസ്തി ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടെന്ന് ചോദിച്ചാൽ, ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? അയാളുടെ ആസ്തി എത്രയാണ് എല്ലാം കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ചാൽ ഒരു 8,000 കോടി ഉണ്ടാവോ? ഉണ്ടാവൂല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മുത്തുനബിക്ക് ശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖലീഫയായി. സിദ്ദീഖിന്റെ കാലം കഴിഞ്ഞ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലവും കഴിഞ്ഞിട്ട് സാഹിബുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ് ഈ ഖുർആനിനെ ക്രോഡീകരിച്ചത്. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ പോരുന്ന കാലത്ത് ഈ 2 കൈയും ഇങ്ങനെ മരത്തി പിടിച്ചിട്ടാ പോകുന്നത്. ഒരു ബാഗ്, ഒരു കീസിന്റെ അകത്തൊരു തുണി പോലും ഇടാനുണ്ടായിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ, ഒരു തുണി പോലും കയ്യിലെടുക്കാനുണ്ടായിട്ടില്ല. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മക്കത്ത് നിന്ന് മദീനത്ത് വന്നു. 10 കൊല്ലം കച്ചവടം ചെയ്തു. 10 കൊല്ലം കച്ചവടം ചെയ്തു എന്ന് പറയുമ്പോൾ 1 രൂപ നാണയത്തൊട്ടില്ലാതെ ജന്മനാട്ടിൽ നിന്ന് പരദേശിയായി പുറത്താക്കപ്പെട്ട് വിശുദ്ധമായ മദീനയിലെ 10 കൊല്ലത്തെ കച്ചവട ജീവിതം കഴിയുമ്പോ, അന്നത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇന്ന് മൊബൈലിൽ കുത്തിയാൽ വീടിന്റെ വാതിൽക്കൽ ഹോം ഡെലിവറി ചെയ്യുന്ന കച്ചവടമല്ല, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഷെയർ മാർക്കറ്റിൽ കാശ് ഉണ്ടാക്കുന്ന കച്ചവടമല്ല, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട കച്ചവടമല്ല. അന്നത്തെ കച്ചവടം എന്ന് പറയുന്നത് കാതങ്ങൾ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ മുകൾ തട്ടിലൂടെ ഒട്ടകത്തിന്റെയും കുതിരകളുടെയും മുകളിൽ കെട്ടിവെച്ച കച്ചവട സാധനങ്ങളുമായി മാസങ്ങളോളം, കിലോമീറ്ററുകളോളം ചുട്ടുപെടുത്ത മണലാരണ്യത്തിൽ യാത്ര ചെയ്ത് ഒരു കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരണമെങ്കിൽ, അതിന്റെ ലാഭം കിട്ടണമെങ്കിൽ 2-3 മാസമൊക്കെ കഴിയണം. അങ്ങനെ കച്ചവടം ചെയ്തു 10 കൊല്ലം. അത്ര പ്രതിസന്ധി സഹിച്ച് കച്ചവടം ചെയ്തിട്ട് 10 കൊല്ലം കഴിയുമ്പോഴേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ആസ്തി ഇന്നത്തെ മൂല്യക്കണക്കിന് MBA പഠിക്കുന്ന മക്കളെ വിളിച്ചിട്ട് BBA പഠിക്കുന്ന മക്കളോട് ചോദിക്കണം. ഹുമാസി ഉത്മാൻ എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ 5 ഫോർമുലകൾ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടത്തിന്റെ 5 ഫോർമുലകൾ ബിസിനസ് മാനേജ്മെന്റിൽ പഠിപ്പിക്കുമ്പോൾ അവരുടെ കച്ചവടത്തിന്റെ ശൈലിയിൽ അവർക്ക് ഇത്ര കാലം കൊണ്ടുണ്ടായ ആസ്തി 8,000 കോടിയോ 9,000 കോടിയോ ആയിരുന്നു എന്ന് ആധുനികം പറയുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ ഇത്ര കാശ് സമ്പാദിക്കുന്നതിനിടയിൽ ഒരു വഖ്ത് നിസ്കാരം ഖള ആയിട്ടുണ്ട് എന്ന്, ഒരു നോമ്പ് ഖള ആക്കിയിട്ടുണ്ട് എന്ന്, വിശുദ്ധമായ ഖുർആൻ ഓതാൻ ഒരു ദിവസം വിട്ടുപോയിട്ടുണ്ട് എന്ന്? ഇല്ലല്ല. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ് വിശുദ്ധമായ ഖുർആനിനെ ക്രോഡീകരിച്ചത്. അപ്പൊ പിന്നെ 8,000 കോടി പോയിട്ട് 800 കോടി പോയിട്ട് 80 കോടി ആസ്തിയുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു അതിസമ്പന്നന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ?
വേണ്ട, ഒരു 8 ലക്ഷം രൂപ സമ്പാദിക്കാൻ എത്ര നിസ്കാരം കഥ ആയിട്ടുണ്ടാവും? അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു 1000 രൂപ താഴെ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ ആ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ദിവസങ്ങളിൽ ഖുർആനിൻ്റെ ഒരു പേജ് മറച്ചു നോക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമ്മുടെ തൊഴിലും മറ്റു കാര്യങ്ങളും ഒന്നും ഇതിന് തടസ്സമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ രൂപത്തിൽ വിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ പേറിയെടുത്ത ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവര് നിസ്സാരക്കാരല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ്. അവർ ജീനിയസാണ്. ഇതിൻ്റെ പേരിൽ എനിക്ക് അഭിമാനപ്പെടാനുള്ളതല്ല എന്ന മാതാപിതാക്കളുടെ തിരിച്ചറിവാൻ വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അഹങ്കരിച്ചുകൂടാ. ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ആകാശലോകത്തിനോട് മുട്ടിയുരുമിക്കൊണ്ട് മുത്തം കൊടുത്തുകൊണ്ടടക്കം പറയുന്ന പർവ്വതക്കെട്ടിന്റെ ജബലുന്നൂർ ഗുഹയുടെ അകത്തളങ്ങ് ജബൽ ഹിറാ പർവ്വതത്തിന്റെ മുകളിലിരിക്കുമ്പോൾ ജിബ്രീൽ കൊണ്ടുവന്നിറക്കിയ ഖുർആൻ അത് എഴുതിയിരുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സൈദ്. ആദ്യ കാലഘട്ടത്തിൽ എഴുതിയത്. എൻ്റെ മകൻ ഹാഫിളായി, എൻ്റെ മകൻ ഹാഫിലീങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനപ്പെടുന്നവർ ഇത് ചിന്തിച്ചാൽ മതി. അതെഴുതി. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും ജനിതക ശാസ്ത്രത്തിന്റെ ഇന്ദ്രജാലവുമായി ബന്ധപ്പെട്ട ഒരായത്തിറങ്ങുന്നു. അബ്ദുല്ലാഹി ഇബ്നു സൈദ് അത് എഴുതുന്നു. എഴുതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തിങ്ങനെ സുദീർഘമായ ആയത്ത് എഴുതി അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോൾ മുത്തുനബി പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അവസാനത്തെ ഭാഗം എഴുതിക്കൊണ്ടിരിക്കുന്ന കാത്തിബ് എടുത്തെഴുതുന്നു. വിശദമായി പറയാൻ സമയമില്ല. മുത്തുനബി ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു സൈദ്, എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ സ്വന്തം ഹൃദയത്തിൽ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തതിന്റെ അഹങ്കാരത്തിന്റെ പേരിൽ മുത്തുനബിയുടെ മുന്നിലേക്ക് മുഖത്തേക്ക് എഴുതിക്കൊണ്ടിരുന്ന പേന വലിച്ചെറിഞ്ഞിട്ട് ആ മനുഷ്യൻ മുത്തുനബിയുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഖുർആനിന്റെ പേരിൽ ഞാൻ ഹാഫിളാണ്, ഇനി ഖുർആൻ അറിയുന്നതിന്റെ പേരിൽ അഹങ്കരിച്ചതാണ്. നമ്മുടെ മക്കളെ പറ്റി മാതാപിതാക്കൾ ഹാഫിൾ എന്ന് പറയണം എന്ന ദുനിയാവുമായി ചേർത്ത് പിടിച്ച എന്തെങ്കിലും ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഓർക്കുന്നത് നല്ലതാണ്. ആ മനുഷ്യൻ ഈ ലോകത്തിനോട് വിട പറഞ്ഞു മരിച്ചു. ആ മനുഷ്യനെ കൊണ്ടുപോയി സ്വഹാബത്ത് കബറടക്കി. പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ ഭൂമി എടുത്ത് പുറത്തിടും. വീണ്ടും കബറടക്കും. അയാളുടെ ജനാസ കബർ വീണ്ടും എടുത്ത് പുറത്തിടും. ഭൂമി പോലും അവന്റെ ശരീരത്തിനെ ഖുർആനിന്റെ പേരിൽ അഹങ്കരിച്ചതിന്റെ പേരിൽ, മുത്തുനബിയോട് തിക്ത സ്വഭാവത്തോടെ പെരുമാറിയതിന്റെ പേരിൽ ഭൂമി പോലും ആ മനുഷ്യനെ ഏറ്റെടുത്തില്ല. അവസാനം ഒരു മലഞ്ചെരുവിന്റെ കീഴിൽ അയാൾ എന്തായിട്ടുണ്ട്? ചീഞ്ഞളിഞ്ഞ് ആ ജഡം ചീഞ്ഞളിഞ്ഞ് ദ്രവിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മോൻ ഹാഫിളാണ് എന്നതിൻ്റെ പേരിൽ അത് അഹങ്കരിക്കാനുള്ളതല്ല. അത് മക്കൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ ഹിഫ്ള് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി എൻ്റെ ഓരോ നിമിഷങ്ങളും ചടലമായിരിക്കണം. എൻ്റെ അനക്കങ്ങളിൽ, അടക്കങ്ങളിൽ, ചലനങ്ങളിൽ, നിശ്ചലങ്ങളിലൊന്നും ഒരു മോശത്തരം ഉണ്ടാകാൻ പാടില്ല. ഉസ്താദന്മാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം. ഹാഫിള് ഇബ്നു അബ്ദുറഹീം എന്ന് പറയുന്ന ഒരാൾ റോമയിലുണ്ടായിരുന്നു. അയാൾ ഹാഫിളാണ്. സ്വരമാധുര്യത്തോടുകൂടി ഖുർആൻ ഓതുന്ന ആളാണ്. വലിയ പണ്ഡിതനാണ്. വിശുദ്ധമായ ഖുർആനിന്റെ ഏത് ഭാഗത്ത് നിന്ന് അയാളോട് ചോദിച്ചാലും അയാൾക്ക് കൃത്യമായി മറുപടി പറയാനുണ്ട്. ഒരിക്കൽ ഒരു സുമുഖിയായ, ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ ആ മനുഷ്യൻ കണ്ടുമുട്ടുന്നു. കൈഫ സബീലുക്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് നിന്നെ വിവാഹം കഴിക്കാൻ എന്താണ് മാർഗമെന്ന് ആ പെണ്ണിനോട് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാകണം. തനസ്സറ, അയാൾ ക്രിസ്ത്യാനിയായി മാറി. കാലങ്ങൾ കഴിഞ്ഞു. ആ വഴിയെ മുത്തുനബിയുടെ തിരു സ്വഹാബത്ത് കടന്നുപോയി. ആ നാട്ടിലെത്തിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഇവിടെ വലിയൊരു ഹാഫിദ് ഉണ്ടായിരുന്നല്ലോ, അബ്ദുറഹീം ഇബ്നു അബ്ദുറഹീം, എവിടെയാണ് ഇപ്പോൾ ആ ഹാഫിദ്? അങ്ങനെ അയാളെ തേടിപ്പിടിച്ച് കണ്ടെത്തിയപ്പോൾ അയാളോട് ചോദിച്ചോ, നീ പരിശുദ്ധമായ ഖുർആനിന്റെ അകത്തളങ്ങൾ നെഞ്ചേറ്റിയിട്ട് അത് വലിച്ചെറിഞ്ഞൊരു പെണ്ണിന്റെ പിന്നാലെ തെറ്റുമായി വ്യഭിചാരവുമായി കടന്നുപോയിട്ട് നിനക്കെന്ത് കിട്ടി? എനിക്ക് മക്കളും ഉണ്ടായി, എനിക്ക് സമ്പത്തും ഉണ്ടായി. എന്നാ ഖുർആനിൽ നിന്ന് നിനക്ക് എന്ത് ബാക്കിയുണ്ട്? 2 ആയത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് ഹാഫിദ് ഇബ്നു അബ്ദുറഹീം റോമയുടെ തെരുവിൽ നിന്ന് തിരു സ്വഹാബത്തിനോട് പറഞ്ഞു എന്നാണ്. ഒരു ഹാഫിദിന്റെ അനക്കത്തിൽ
ഒരു ഹാഫിദിന്റെ അടക്കത്തിൽ, ചലനത്തിൽ, നിശ്ചലനത്തിൽ എവിടെയെങ്കിലും ഒരു അശ്ലീലത കിടന്നുപോയാൽ, ഞാൻ എൻ്റെ മോൻ ഹാഫിദാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ മകൻ മൊബൈലിലൂടെ കാണുന്നത് എന്താണ്, മകൻ കേൾക്കുന്നത് എന്താണ്, മകൻ സംസാരിക്കുന്നത് എന്താണ്? വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുമ്പോൾ ആധുനിക യുഗത്തിലെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? കഴിഞ്ഞ റമദാന് ശേഷം ഒരു ഹാഫിദ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നത് എന്തിനാണ്? ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത് കൊണ്ട് ഇവിടെ നിന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു. ഹിഫ്ള് പൂർത്തീകരിച്ചു, ദൗറ പൂർത്തീകരിച്ച കുട്ടിയാണ്. അവനവിടെ നിൽക്കുന്ന കോളേജിൽ പോയാൽ മതി, കിതാബ് ഓതി കൊടുത്തവൻ എന്താവൂല, ഇരിക്കാൻ പറ്റൂല. അങ്ങനെ അവൻ്റെ മാതാപിതാക്കൾ വന്നു. പറഞ്ഞ മറുപടി, എൻ്റെ മോൻ എന്തായാലും ഹാഫിദ് ആയതല്ലേ, ഇനിയിപ്പോൾ അതിനേക്കാൾ വലിയ പഠനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല, പഠനം തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് മാതാപിതാക്കൾ. മിൻഹാജുസ് സ്വാലിഹീൻ നദ്വി ഉസ്താദിന്റെ നാവിൻ തുമ്പിൽ നിന്ന് തോരാത്ത പെരുമഴക്കാലം പോലെ ഇനി വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ പെയ്തിറങ്ങുന്ന ആഴത്തിലുള്ള അറിവനുഭവങ്ങൾ നേടിയെടുക്കാനുണ്ട് ഈ മക്കൾ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള യഹ്യാ നഈമി ഉസ്താദിന്റെ സ്ഥാപനമുണ്ട് ഇവിടെ. അല്ലെങ്കിൽ കേരളത്തിന്റെ ഉടനീളം വിവിധങ്ങളായ നേതൃത്വങ്ങളുടെ കീഴിൽ സ്ഥാപനങ്ങളുണ്ട്. ആഴത്തിലുള്ള അറിവനുഭവങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ 17 ഫന്നുകളിൽ, സബ്ജക്റ്റുകളിൽ പവിത്രമാക്കപ്പെട്ട ദറസ് അനുഭവങ്ങൾ ഏറെ ഈ മക്കൾ സ്വായത്തമാക്കാനുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളെ, നിങ്ങൾ ഹാഫിദീങ്ങളാകുകയാണ്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് അവസാനമായി ഉസ്താദന്മാരുടെ സാന്നിധ്യത്തിൽ, മുത്തന്നൂരങ്ങളുടെ സാന്നിധ്യത്തിൽ അത്തിപ്പറ്റ ഉസ്താദ് എന്ന് ഈ സമകാലിക യുഗം കണ്ട ഏറ്റവും വലിയ ആത്മീയ സരണിയുടെ ഉന്നത ശീർഷനായ ഒരു പ്രോജ്വലിക്കുന്ന പൊൻതാരകത്തിന്റെ മരുമകനിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഉസ്താദിന്റെ ഓർമ്മകൾ തളം കെട്ടിക്കിടക്കുന്ന മിൻഹാജുസ് സ്വാലിഹിന്റെ മുറ്റത്തു നിന്ന് ഖുർആൻ പൂർത്തീകരിക്കുന്ന മക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതിനോടൊപ്പം തന്നെ ഇത്ര വലിയ ഗൗരവമുള്ള ഒരു വിഷയത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഓർമ്മപ്പെടുത്തലുകളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പേറിയിട്ട് വേണം ഈ സദസ്സിൽ നിന്ന് ഒരു ഹദീസിനെ വായിച്ചെടുക്കാൻ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവരാരാണ്? മുഹമ്മദ് മുസ്തഫ. നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവരാരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 സമൂഹത്തിന്, സമുദായത്തിന്, ജനതയോട് വളരെ മനോഹരമായി പറഞ്ഞു കൊടുക്കുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഈ സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണമായ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നവരാണോ, ആരാണോ പഠിപ്പിക്കുന്നവരാരാണോ, ഈ 2 സമൂഹമാണ് നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവരെന്ന് മുഹമ്മദ് മുസ്തഫ. ആകാശം കണ്ട പ്രവാചകൻ, സൗരയൂഥ മണ്ഡലങ്ങളെ കണ്ട പ്രവാചകൻ, നക്ഷത്ര ഗാലക്സികളെ തണ്ടിക്കടന്ന പ്രവാചകൻ, സൗരയൂഥ മണ്ഡലങ്ങളിലൂടെ ഇരച്ചുകയറിയ പ്രവാചകൻ, പ്രകാശത്തിൻ്റെ കടൽ കടന്ന പ്രവാചകൻ, ലോകത്തിൻ്റെ സർവ്വതിനെക്കുറിച്ചും പ്രവചിച്ച പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലവര് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. പഠിക്കുന്ന മിസ്കുൽ ഖിതാമിന്റെ ഈ സുന്ദരമായ സദസ്സിൽ നിന്ന്, മിൻഹാജുസ് സാലിഹീനിന്റെ സദസ്സിൽ നിന്ന്, ആത്മീയ നവോമണ്ഡലത്തിൽ പ്രോജ്വലിക്കുന്ന പൊൻതാരകമാകുന്ന അത്തിപ്പറ്റ ഉസ്താദിന്റെ ഓർമ്മകളുടെ ഉണർത്തുപാട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് ഹിഫ്ള് പൂർത്തീകരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ, മക്കളെ, നിങ്ങളാണ് ഏറ്റവും നല്ലവര്. ഈ മക്കൾക്ക് ഗുരുനാഥന്മാരായി പഠനം നടത്തിക്കൊടുത്ത അധ്യാപകരാകുന്ന ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകരുണ്ടല്ലോ, ഇതിൻ്റെ കരുത്തുറ്റ നേതൃത്വങ്ങളായ സെക്രട്ടറി പറഞ്ഞതുപോലെ, ബാക്കവി ഉസ്താദ് പറഞ്ഞതുപോലെ, ഇതിന് നേതൃത്വത്തിൻ്റെ ഇടങ്ങളിലെല്ലാം അടയാളപ്പെടുത്താനുള്ളത് അലിമീങ്ങളാണ്, ഇൽമുമായി ബന്ധപ്പെടുന്നവരാണ്, ഖുതബാക്കളാണ്, ഖതീബുമാരാണ്, ഉലമാക്കളാണ്, ഹാഫിളീങ്ങളാണ്, പടുകൂറ്റൻ നേതൃത്വങ്ങളാണ്. പളപള സമ്പത്തിൻ്റെ പളപളപ്പിൻ്റെ പേരിൽ ഒരാളെയും നേതൃത്വത്തിൽ വച്ചിട്ടില്ല. രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ കൊണ്ടുവന്നിട്ട് പണത്തിന് വേണ്ടിയിട്ടോ മറ്റൊന്നിൻ്റെ പേരിലും ഈ സ്ഥാപനത്തിന് നേതൃത്വം വഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല.
അത്തരത്തിലുള്ള ഗുരുനാഥന്മാരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അവരാണ് ഏറ്റവും നല്ലവര്. ആകാശമണ്ഡലങ്ങളിലൂടെ നടന്നു നീങ്ങുന്നവരെക്കാൾ, വെള്ളത്തിന്റെ മുകളിൽ നടന്നു നീങ്ങിയിട്ട് അത്ഭുതത്തിന്റെ പ്രകടനം നടത്തുന്നവരെക്കാൾ, അത്ഭുതങ്ങളുടെ ചാരുതയേറിയ മഹാസത്യങ്ങൾ കണ്ട് കറാമത്തിന്റെ അകത്തളങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന വ്യക്തിത്വങ്ങളെക്കാളേറെ ഏറ്റവും നല്ലവരാരാ? മുത്തുനബിയുടെ അതരപുടങ്ങളിൽ നിന്ന് ദളപുടങ്ങളായി ഇതൾ വിരിയുന്ന അമൃതാക്ഷരികളോട് പറയുന്നു, മക്കളെ, മിസ്കുൽ ഖിതാമിന്റെ മക്കളെ, മിൻഹാജുസ് സ്വാലിഹീന്റെ പൂക്കളെ, നല്ലവരായ പൊന്നോമനകളെ, നിങ്ങളാണ് ഏറ്റവും നല്ലവര്. നിങ്ങളുടെ ഉസ്താദന്മാരാണ് ഏറ്റവും നല്ലവര്. നിങ്ങളുടെ മാതാപിതാക്കളാണ് ഏറ്റവും നല്ലവര്. പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്, പഠിപ്പിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ചെയ്യുന്നവരാണ്. അന്യരായ സംസിക്കയെപ്പറ്റി ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ വന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ പ്രവാസത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നു ജീവിതം കൊണ്ട് ഊതിക്കാച്ചിയെടുത്ത മണലാരണ്യത്തിൻ്റെ നടുത്തട്ടിലെ സമ്പത്ത് കൊണ്ടുവന്ന് തൻ്റെ മക്കളാ സമ്പത്തുകൊണ്ട് സംസിക്കയെ പോലെയുള്ള ഇവിടെ ഈ ഹാഫിളാകുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ കൊണ്ടുപോയിട്ട്, മക്കളെ, അവർക്ക് നിങ്ങൾ ഭൗതികമായ മേഖലയിലേക്ക് പറഞ്ഞയക്കാമായിരുന്നു. അവരുടെ പണത്തിൻ്റെ മാറ്റുകൂട്ടാൻ, സമ്പത്തിൻ്റെ മാറ്റുകൂട്ടാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞയക്കാമായിരുന്നു. അവർക്ക് സമ്പത്തുണ്ടാകുമ്പോൾ, അവർക്ക് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നൽകിയത് മക്കളെ പറഞ്ഞയച്ച ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഖുർആൻ മനപ്പാടാക്കാൻ വേണ്ടി. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഏറ്റവും നല്ലവരാണെന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകിയത് ആദരവായ മുഹമ്മദ് മുസ്തഫയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഒരൊറ്റ ചരിത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് സുദീർഘമായ ചരിത്രമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് രാത്രി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപൻ ജനങ്ങളുടെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആ വീട്ടിൽ ചെന്ന് കയറി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു ഉമ്മ അവിടെയുണ്ട്. ഇറാഖിൽ നിന്ന് വന്ന അഭയാർത്ഥികളാണ്. എന്തിനാണ് കുട്ടി കരയുന്നത്? കുട്ടി കരയുന്നത് മുലപ്പാലിന് വേണ്ടിയിട്ടാണ്. മുലപ്പാലില്ല, വേണ്ട പോഷകഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട് കഴിച്ചില്ല? ഈ രാജ്യം ഭരിക്കുക ഉമറാണ് എന്നാന്ന് ഈ പെണ്ണിനറിയില്ല. ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫ റേഷൻ പദ്ധതി മുടക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പോഷകാഹാരം കിട്ടിയിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നും മടങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ തിരു സ്വഹാബത്ത് പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ വെച്ച് കാണുന്നത് പൊട്ടിപ്പൊട്ടിക്കരയുന്നതാണ്. ആ കരച്ചിലിൻ്റെ ആഴം എത്രയെന്നറിയോ? 2 മുട്ടുകാലും ചേർത്ത് വെച്ച് അതിലേക്ക് മുഖം ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ആയത്തോതിയിട്ട് കരയുന്നുണ്ട്. യൗമ യഖൂമുൻ നാസ് ലിറബ്ബിൽ ആലമീൻ. അല്ലാഹുവിനോട് വിചാരണ ചെയ്യുന്ന ഒരു ദിവസം. ആ ദിവസത്തിൽ എൻ്റെ പേരിൽ ഞാൻ കാരണമായിട്ട് ഒരു കുട്ടി കരഞ്ഞു പോയിട്ടുണ്ട്. ഒരു കുട്ടിയുടെ കണ്ണീര് വാർന്നൊഴുകാൻ കാരണമായിട്ടുണ്ട് എൻ്റെ ഒരു ഭരണപരിഷ്കരണമായിട്ട് എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖത്മ് പൂർത്തീകരിക്കുന്ന മക്കളോടും അവരുടെ മാതാപിതാക്കളോടും നിങ്ങളുടെ മക്കൾ ആകേണ്ടത് ഉമറിനെ പോലെയാണ്. മക്കളെ, നിങ്ങളാകേണ്ടതും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഈ സന്ദേശത്തിലാണ്. ഖുർആനിൻ്റെ ഓരോ ആയത്തും ഉൾക്കൊണ്ടുകൊണ്ട് ആ ആയത്തിൻ്റെ അകക്കാമ്പ് തിരിച്ചറിഞ്ഞ് ഏതൊരു വിഷയത്തിലും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നവരാകുക.